ഖത്തറിലെ വക്രയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തിവരുന്ന പാനൂർ തുവക്കുന്ന് സ്വദേശി അബ്ദുൽ സലാം കഴിഞ്ഞ ദിവസമാണ് അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നെത്തിയത്. ഇദ്ദേഹത്തിന് കീഴിൽ ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് കരുവന്തുരുത്തി സ്വദേശിയായ അനീസിന് കൊടുക്കാനെന്ന പേരിൽ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച പൊതിയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ രാമനാട്ടുകരയിൽ നിന്ന് അനീസിന്റെ സുഹൃത്ത് നൽകിയ പൊതി കൂടെയുള്ളവരുടെ നിർബന്ധത്തിനാണ് സലാം തുറന്നു നോക്കിയത്. രാമനാട്ടുകാരൻ കാര്യം ഉടനെ അതിന്റെ 100 മീറ്ററിന്റെ ഇപ്പുറത്ത് എൻ്റെ കയ്യിൽ കൈമാറുന്ന സാധനം കഞ്ചാവ്. അപ്പോൾ അത് പൊളിച്ചു നോക്കാൻ ഏകദേശം അത് കാട്ടോന് പൊളിക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എയർപോർട്ടിലെത്താൻ 2 മിനിറ്റും കൂടി ബാക്കിയുള്ള ആ സമയത്താണ് ലാസ്റ്റ് പേൻറ്റും കൂടി ഒന്നും കൂടി ചെക്ക് ചെയ്യാന്നുള്ള നിലക്ക് കീശയിൽ നിന്ന് ആദ്യം കിട്ടുന്ന ഇത് ചോക്ലേറ്റ്, പിന്നെ കിട്ടുന്ന കഞ്ചാവ്. പലഹാരങ്ങളോടൊപ്പം വെച്ചിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. യാത്രയ്ക്ക് മുമ്പേ ചതി മനസ്സിലാക്കിയതിനാൽ തലനാരിഴയ്ക്കാണ് അബ്ദുൽ സലാം രക്ഷപ്പെട്ടത്. കാരണം എനിക്ക് അത്രയും വിശ്വാസമല്ലേ, ഷോപ്പിലുള്ള ആളാണ്, എൻ്റെ ഷോപ്പിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം ഞാൻ ചെക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട. വിശ്വസ്തനായി കൂടെ കൂട്ടിയ ആൾ തന്നെ ചതിക്കാൻ ശ്രമിച്ചതറിഞ്ഞ സലാം അനീസിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അനീസിനെ തേടി പലരും കടയിൽ വരാറുണ്ടായിരുന്നതായും ഇദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച തന്നെ വടകര സ്വദേശിയായ യുവാവിനും ഇതേ അനുഭവം ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് കുറ്റ്യാടി സ്വദേശിയായ മറ്റൊരാളും ലഹരിക്കടത്തുകാരുടെ ചതിയിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു. പ്രവാസികൾക്കിടയിലെ പരസ്പര വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മയക്കുമരുന്ന് മാഫിയ പലപ്പോഴും യാത്രക്കാരെ വലയിൽപ്പെടുത്തുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ദോഹയിൽ നിന്നുള്ള ഈ സംഭവം. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1.